ചുരുൾമുടി ചുരുളിലെ കുടമല്ലയും കസവുള്ള മുന്താണിയും പരിമളം പരത്തുന്ന തളിർമേനിയും കണ്ണഞ്ചും സുന്ദരിനേ സുന്ദരി. അപ്പൊ അത് ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ ആയതില് ഒരുപാട് കുട്ടികളുടെ സ്വപ്നം പൂവണിഞ്ഞൊരു ദിവസത്തില് ഇന്നിവിടെ അതിഥിയായി എത്താൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അത്ര വേഗം നോളജിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കേരള പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു, കേരള നമ്പർ 1 in health, number 1 in education, number 1 in human development index. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കാലത്തിന്റെ ചതിക്കുഴികൾ തിരിച്ചറിയാനുള്ള ജാഗ്രത വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരണമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ഇൻസ്പയറിയ 26 അനുമോദന ചടങ്ങ് ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമായി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ഇൻസ്പയറിയ 26 അനുമോദന ചടങ്ങ് ശ്രദ്ധേയമായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും നൽകുന്നതിനായി നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ ഷിഫ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ അഭിമാന നിമിഷമായി മാറുകയായിരുന്നു. നിറഞ്ഞ സദസ്സും വിജയികളുടെ ആവേശവും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അഭിമാന നിമിഷങ്ങളും കൊണ്ട് ചടങ്ങ് വേറിട്ടതായി. വിവിധ സ്കൂളുകളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും അനുമോദനങ്ങളും നൽകി ആദരിച്ചു. നജീബ് കാന്തപുരം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലത്തിന്റെ വെല്ലുവിളികളും ചതിക്കുഴികളും തിരിച്ചറിയാനുള്ള ജാഗ്രത വിദ്യാർത്ഥികൾക്കിടയിൽ വളരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ വിജയത്തിന് പിന്നിൽ വിദ്യാർത്ഥികളുടെ അർപ്പണബോധവും അധ്വാനവും കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പിന്തുണയുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു MLA ആയി നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ രക്ഷിതാക്കളെ പോലെ കരുതലോടെ നിങ്ങളെ പഠിപ്പിക്കണം. ഈ നിയോജകമണ്ഡലത്തിലെ അവസാനത്തെ കുട്ടിയും പണമില്ലാത്തതിന്റെ പേരിൽ പഠനം മുടങ്ങരുത് എന്നത് മാത്രമാണ്. ഇനി നമ്മുടെ അവാർഡ് ദാനത്തിലേക്ക് പോവാണ്. ഒരു വാക്കുകൂടി ഞാൻ പറയാം. ഇന്നത്തെ കാലം വളരെ വ്യത്യസ്തമാണ്. ഈ കാലത്തിന്റെ ഡിമാൻഡ് എന്താണ് എന്ന് നിങ്ങൾ നിരന്തരം അറിയണം. ഈ കാലത്തിന്റെ ഡിമാൻഡ് എന്താണ്? നോളജ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് പഠിച്ച കാര്യം ഒരു 5 കൊല്ലത്തേക്കെങ്കിലും ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന കാര്യം 1 കൊല്ലത്തേക്ക് പോലും ആവശ്യം ഉണ്ടാവില്ല. നോളജ് എക്സ്പയർസ് ദാറ്റ് മച്ച് ഫാസ്റ്റ്. മനസ്സിലായോ? അത്ര വേഗം നോളജിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അല്ലെ? ഈ ഫുൾ A+ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു മുതലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇല്ലേ? നിങ്ങൾ ബാക്കി എല്ലാവരുടെ ഇടയിലും സൂപ്പർ ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വിജയത്തിലാണ് അല്ലെ? ഇനി നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ യാത്ര പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നോളജാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നോളജാണ് ഇനി മാറ്റർ ആവാൻ പോകുന്നത്. ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, അവരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വന്തം നോളജാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കുട്ടികളെ നിങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഹാർഡ് വർക്കാണ്. There is no shortcut for victory. ജയിക്കാൻ ഒരു നിലക്കും കുറുക്ക് വഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റിയാണ്. ഏത് സിറ്റുവേഷനെയും അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഏത് സിറ്റുവേഷനിലേക്കും വളർന്നു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ കഴിയുമ്പോഴാണ് നാം ജയിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്നും ജയിച്ചുകൊണ്ടേയിരിക്കണം. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുതെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി. പരീക്ഷകളിലെ വിജയം ഒരു തുടക്കം മാത്രമാണെന്നും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും സ്വായത്തമാക്കുന്നതിനൊപ്പം മാനവിക മൂല്യങ്ങളും കരുണയും കൈവിടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 3-4 മാസമായി ഇവിടെ ജില്ലാ കളക്ടർ ജോയിൻ ചെയ്തു. ഇലക്ഷന്റെ ജസ്റ്റ് മുമ്പ് ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നു.
ആദ്യമേ സാറിനെ മീറ്റ് ചെയ്തോ ഫസ്റ്റ് തിങ് സർ മെൻഷൻഡ് വാസ് റിഗാർഡിംഗ് ദിസ് ഇനീഷ്യേറ്റീവ്. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഇതിൻ്റെ ലാഭം കിട്ടിയിട്ടുണ്ട്. സോ ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ്, എല്ലാ അഭിനന്ദനങ്ങൾ നമ്മുടെ സാറിൻ്റെ എല്ലാ ടീമിൻ്റെ. ഇപ്പോൾ ഞാൻ ഹരിയാനയിൽ നിന്നാണ്. അവിടെ ആരെങ്കിലും ചോദിച്ചാൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് കേരള സ്റ്റേറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സൗത്ത് പോർഷനിലാണ് ഈ സ്റ്റേറ്റ്. കേരള പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു, കേരള നമ്പർ 1 ഇൻ ഹെൽത്ത്, നമ്പർ 1 ഇൻ എഡ്യൂക്കേഷൻ, നമ്പർ 1 ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പൊ എല്ലാ ആൾക്കാർക്കും അറിയാം, അവിടെ നോർത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം. ഞാൻ ഒരുപാട് മീറ്റിംഗ്സിൽ പോകുന്നുണ്ട്, അവിടെ എല്ലാവർക്കും അറിയാവോ ഈ IAS ഓഫീസർ കേരളയിൽ നിന്ന് വന്നതാണ്. സ്വാഭാവികമായിട്ട് ഒരു റെസ്പെക്ട് വരും. നമുക്ക് പറഞ്ഞാൽ ഞാൻ കേരള കാഡറിന്റെ ഒരു IAS ഓഫീസറാണ്. അതിന്റെ കാരണം എന്താണ്? അത് കാരണമാണ് നമ്മുടെ അത്ര ഡെഡിക്കേറ്റഡ് ആയ എല്ലാ ജനപ്രതിനിധികളും. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗായകൻ ഹനാൻ ഷാ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് വിദ്യാർത്ഥികൾക്ക് ആവേശമായി. ഫെമിലിയർ അല്ലാത്തൊരു പ്ലേസ് അല്ല, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണ, എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ നജീബ് ഖാനെ ഒരുപാടായിട്ട് കാണണം, മീറ്റ് ചെയ്യണം. ഞങ്ങൾ 1-2 ഫംഗ്ഷനിൽ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഉദ്ഘാടനത്തിന് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അല്ലാണ്ട് നജീബ് ഖാൻ നടത്തുന്ന ഒരു പരിപാടിയിൽ എന്തെങ്കിലും കൂടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് ഇന്ന് നടന്നു. അപ്പൊ അത് ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ ആയതിൽ ഒരുപാട് കുട്ടികളുടെ സ്വപ്നം പൂവണിഞ്ഞൊരു ദിവസത്തിൽ ഇന്നിവിടെ അതിഥിയായി എത്താൻ പറ്റിയതിൽ അതിയായ സന്തോഷം. ഒരുപാട് പാരന്റ്സിന്, ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കും അത്രയും സന്തോഷമുള്ളൊരു ദിവസത്തിൽ നിങ്ങളൊക്കെ കൂടാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. മാണിക്യക്കല്ലുകൾ പോലും നാണിച്ചു പോകണ ചേരൽ കല്യാണം പെണ്ണൊരുങ്ങും നാളിത് പതിവിലേറെ പുതുമയോടെ അതിഥിയായി വരുമൊരാൾ ചുരുൾമുടി ചുരുളിലെ കുടമുള്ളയും കസവുള്ള മുന്താണിയും പരിമളം പരത്തുന്ന തളിർമേനിയും കണ്ണഞ്ചും സുന്ദരി. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലൈഖ കരിമ്പന, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീന, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കളപ്പാടൻ, AK നാസർ മാസ്റ്റർ, അഡ്വക്കേറ്റ് AK മുസ്തഫ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ നാലകത്ത്, PT സക്കീർ മാസ്റ്റർ, AO കുഞ്ഞിമൊയ്തീൻ, സുബൈർ മാസ്റ്റർ, നജ്മ ഓസ്ട്രാക്ട്, CA മുഹമ്മദ് സാലി, ഷുഹൈബ്, റോഷ്നി ഏലംകുളം, നബീൽ വട്ടപ്പറമ്പ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനൊപ്പം അവരുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പ്രചോദനമേകുന്ന വേദിയായി ഇൻസ്പയറിയ 26 മാറി. വിജയികളുടെ മുഖത്തെ സന്തോഷവും രക്ഷിതാക്കളുടെ അഭിമാനവും ചടങ്ങിന് കൂടുതൽ മിഴിവേകി. വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനും ജീവിതത്തിനും വിജയങ്ങൾക്കും ആശംസകൾ നേർന്നാണ് പരിപാടിക്ക് സമാപനമായത്. ചാനൽ ടൺ പെരിന്തൽമണ്ണ.